പ്രൊഫസർ എം എ റഹ്മാന്റെ ബടുവൻ ജീവിക്കുന്നു എന്ന പുസ്തകത്തിന്റെ ഔപചാരികമായ സാധനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് വന്നു ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. റഹ്മാന്റെ രചനകളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് ഈ പുസ്തകത്തിന്റെ അവതാരിക രൂപത്തിൽ എഴുതുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്നിനുടെ ചെറിയ ചെറിയ വസ്തുതകൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ സാഹിത്യം, വിശേഷാൽ ആഖ്യാന സാഹിത്യം, ഫിക്ഷൻ, ചെറുകഥ, നോവൽ എന്നൊക്കെ പറയുന്നത് വളരെ വിപുലമായ രീതിയിൽ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നോവൽ എന്ന് പറയുന്ന മാധ്യമം, കഥ എന്ന് പറയുന്ന മാധ്യമം ഒക്കെ ഒരു പുതിയ വഴിയിലേക്ക് മാറിയിട്ട്, അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് മാറിയിട്ട് ഒരു പക്ഷേ 1-2 ദശകമായിട്ടുണ്ടാവും. കേരളം എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്ത് കുറച്ച് ആളുകൾ മാത്രം, കുറച്ച് കോടി മനുഷ്യർ മാത്രം സംസാരിക്കുന്ന നമ്മുടെ ഭാഷ ഇന്ന് ലോകത്തിലെ മുഴുവൻ അനുഭവങ്ങളും അന്വേഷിച്ചു പോയി മലയാളത്തിൽ എത്തിക്കുന്ന വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിർവഹിക്കുമ്പോഴും തദ്ദേശീയമായ അനുഭവങ്ങൾ പലപ്പോഴും വിഗണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നു. ശ്രീ റഹ്മാനെ പോലുള്ള എഴുത്തുകാര് തങ്ങളുടെ പ്രദേശത്തോട്, തങ്ങളുടെ സാമുദായികമായ അനുഭവങ്ങളോട്, തങ്ങളുടെ ദേശത്തിന്റെ അനുഭവങ്ങളോട് നിതാന്തമായ അല്ലെങ്കിൽ നിരന്തരമായ കമ്മിറ്റ്മെന്റ് സൂക്ഷിക്കുകയും ദേശത്തിൻ്റെയും സമുദായത്തിൻ്റെയും ചുറ്റുമുള്ള മനുഷ്യരുടെയും ജീവിതങ്ങളിലെ സങ്കീർണതകൾ, അതിലെ അനുഭവങ്ങൾ, അതിൽ സംഭവിക്കുന്ന പരിണാമങ്ങളൊക്കെ തങ്ങളുടെ സാഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ എഴുത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പ്രദേശത്തിന്റെ അനുഭവങ്ങളെയാണ് റഹ്മാൻ തൻ്റെ കഥകളിൽ ഏറെയും വളരെ കൂടുതലായി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഉദുമയുടെയോ അല്ലെങ്കിൽ ഈ കണിയാളങ്കര എന്ന് പറയുന്ന പ്രദേശത്തിന്റെയോ ഒരു സോഷ്യൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് റഹ്മാന്റെ കഥകളെ കാണാവുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരുപക്ഷെ ചുറ്റുമുള്ള മനുഷ്യരുടേതുണ്ടാവാം, ചുറ്റുമുള്ള പ്രദേശത്തിന്റെ ഉണ്ടാവാം. ഒരൊറ്റ കഥയെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആദ്യ വാക്കുകൾ അവസാനിപ്പിക്കും. അപ്പൊ അത് ഷെയ്ഖുപ്പാപ്പയെ കുറിച്ചുള്ള, ഷെയ്ഖുപ്പാപ്പയുടെ കിണറല്ല, കിണർ എന്ന് പറയുന്ന കഥ ഒരുപക്ഷെ മലയാളത്തിൽ ഈ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ആഗോളവൽക്കരണത്തിനെതിരെയും പുതിയ ഈ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിനെതിരെയൊക്കെ ഒരുപാട് സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കഥ എങ്ങനെയാണ് തദ്ദേശീയമായ ഒരു അറിവ്, തദ്ദേശീയമായ വിജ്ഞാനം എങ്ങനെയാണ് ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിൽ ഉണർന്നു വരുന്നത് എന്നതിന് ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ എത്ര ആധുനികവൽക്കരണം നടന്നാലും, എത്ര ഗ്ലോബലൈസേഷൻ നടന്നു കഴിഞ്ഞാലും പലപ്പോഴും അറിവിന്റെ ചില ഉറവകൾ ഈ ഷെയ്ഖുപ്പാപ്പയുടെ കിണറുള്ള ഉറവ പോലെ തന്നെ നമുക്ക് തദ്ദേശീയമായി ജനിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ കഥയിലുണ്ട്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഗ്ലോബലൈസേഷൻ കാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കാലത്തിന്റെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഞാൻ ആ കഥയിൽ കാണുന്നത്. അങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഔപചാരികതയുടെ പേരിൽ ഈ സംഭാഷണമാണ് എന്തായിരുന്നു ഈ സെമിനാർ, ഈ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി. നന്ദി.